എപ്സ്റ്റീൻ ഫയൽസ് വിഷയത്തിൽ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നതോടെ കേന്ദ്ര സർക്കാരും ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവും കടുത്ത സമ്മർദ്ദത്തിൽ. സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽക്കുന്ന ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നതെന്നാണ് ബി.ജെ.പി. വൃത്തങ്ങളുടെ തന്നെ വിലയിരുത്തൽ. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് അമേരിക്കൻ ലൈംഗിക കുറ്റവാളിയായ എപ്സ്റ്റീനുമായി അടുപ്പമുണ്ടായിരുന്നെന്ന ആരോപണം ഉന്നയിച്ചത്. എപ്സ്റ്റീൻ ഫയലുകൾ ഉദ്ധരിച്ചായിരുന്നു രാഹുലിന്റെ ആരോപണം. ഇതിന് മറുപടിയുമായി കേന്ദ്രമന്ത്രി പത്രസമ്മേളനം നടത്തിയിരുന്നു. ഇതിൽ താൻ എപ്സ്റ്റീനെ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ അതെന്തെങ്കിലും പദവി ഏൽക്കുന്നതിന് മുൻപായിരുന്നുവെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. ചില സംഘടനകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ് കണ്ടതെന്നും അദ്ദേഹം ന്യായീകരിച്ചു. രാഹുലിന്റെ ആരോപണങ്ങൾ കോമഡിയാണെന്നും മന്ത്രി പരിഹസിച്ചിരുന്നു. എന്നാൽ കേന്ദ്രമന്ത്രിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി കോൺഗ്രസ് ഇന്നലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടു. ജെഫ്രി എപ്സ്റ്റീനുമായി 2014 2017 ഇടയിൽ ഹർദീപ് സിംഗ് പുരി 62 ഇമെയിൽ സംഭാഷണങ്ങളും 14 കൂടിക്കാഴ്ചകളും നടത്തിയെന്നും ഇക്കാര്യത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തത വരുത്തണമെന്നും കോൺഗ്രസ് ദേശീയ വക്താവ് പവൻ ഖേര ആവശ്യപ്പെട്ടു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിച്ചതിന് 2008 അറസ്റ്റിലായ എപ്സ്റ്റീനുമായി 2014 മുതൽ 2017 വരെയുള്ള കാലയളവിൽ ഹർദീപ് സിംഗ് പുരി എന്താണ് ചർച്ച ചെയ്തതെന്നും ആർക്കു വേണ്ടിയാണ് ചർച്ചകൾ നടത്തിയതെന്നും വ്യക്തമാക്കണമെന്നും കോൺഗ്രസ് നേതാവ് ആവശ്യപ്പെട്ടു. ഹർദീപ് സിംഗ് 32 ഇമെയിലുകളും എപ്സ്റ്റീൻ ഹർദീപിന് 30 മെയിലുകളും അയച്ചെന്ന് പവൻ ഖേര ചൂണ്ടിക്കാട്ടി. 2014 മെയിൽ മോദി സർക്കാർ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ 2014 ജൂൺ 5, 6, 8, 9 തീയതികളിൽ ഹർദീപ് സിംഗ് എപ്സ്റ്റീനുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അതേ വർഷം തന്നെ സെപ്റ്റംബർ 19, 23, 24 തീയതികളിലും ഒക്ടോബർ 9, 10 തീയതികളിലും കൂടിക്കാഴ്ച നടന്നുവെന്നും പവൻ ഖേര പറഞ്ഞു. ലിങ്ക്ഡിന്റെ സഹസ്ഥാപകനായ റെയ്ഡ് ഹോഫ്മാന് എപ്സ്റ്റീൻ 2014 സെപ്റ്റംബർ 24 അയച്ചിരിക്കുന്ന ഒരു മെയിലും പവൻ ഖേര പരാമർശിച്ചു. റെയ്ഡ് ഹർദീപാണ് ഇന്ത്യയിലെ നിങ്ങളുടെ ആൾ എന്ന് പരാമർശമുള്ള മെയിൽ ചൂണ്ടിക്കാട്ടി എപ്സ്റ്റീന് ഹർദീപ് സിംഗിൽ ഇത്രത്തോളം വിശ്വാസം എങ്ങനെ വന്നുവെന്നും കോൺഗ്രസ് നേതാവ് ചോദിച്ചു. ലൈംഗിക കുറ്റവാളിയായ എപ്സ്റ്റീനുമായി ആശയവിനിമയങ്ങൾ നടത്തുന്നത് അപരാധമാണോ അല്ലയോ എന്ന് ഹർദീപ് സിംഗ് വ്യക്തമാക്കണമെന്നും ഒന്നുകിൽ അത് മോശം തീരുമാനമായോ അതല്ലെങ്കിൽ മോശം സ്വഭാവമോ ആണെന്നും പവൻ ഖേര കുറ്റപ്പെടുത്തി.